ഹായ് ഫ്രണ്ട്സ്, എക്സാം ടിവിയുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ്. ക്ലാറ്റ് അഥവാ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഇന്നത്തെ കാലത്ത് +2 പഠനത്തിന് ശേഷം മിക്കവരും പ്രിഫർ ചെയ്യുന്നത് പ്രൊഫഷണൽ കോഴ്സുകളാണ്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഫീൽഡാണ് നിയമമേഖലയും. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിയമ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലും നല്ല വർധനവ് വന്നിട്ടുണ്ട്. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതിലേതെടുത്തവർക്കും ക്ലാറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. സാധാരണ എൻട്രൻസ് എക്സാംസിനൊക്കെ +2 വരെ പഠിച്ച പോർഷൻസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ക്ലാറ്റിന് അതിൽ നിന്ന് മാത്രമല്ല, പുറമേ നിന്ന് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ പാഠപുസ്തകം മാത്രം പഠിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം അല്ല ക്ലാറ്റ്. ആ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ക്ലാറ്റ് എന്ന് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ലോ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ് ക്ലാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ക്ലാറ്റിന് വേണ്ടി എല്ലാ വർഷവും 50,000-ലധികം വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യുന്നത്. രാജ്യത്തെ മികച്ച നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ ഒന്നിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കടുത്ത പ്രിപ്പറേഷൻ തന്നെ വേണ്ടിവരും. നല്ല ടഫ് കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാധാരണ ലെവലിലും അപ്പുറമുള്ള പ്രിപ്പറേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് ഉറപ്പിക്കാനാകൂ. ഇന്ത്യയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ സംയുക്തമായാണ് ക്ലാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. എല്ലാ വർഷവും മെയ് മാസത്തിലാണ് എക്സാം വരുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിന് 2500 സീറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിന് 720 സീറ്റ്സുമാണ് ഉള്ളത്. 2020 ക്ലാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ 21 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 52 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഹരിയാനയിലെ നാഷണൽ അംബേദ്കർ യൂണിവേഴ്സിറ്റിയും PG UG കോഴ്സുകളിലേക്ക് ക്ലാറ്റ് വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. ക്ലാറ്റിന്റെ സ്കോറും കാൻഡിഡേറ്റ്സ് അഡ്മിഷന് വേണ്ടി ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ചോയ്സും അടിസ്ഥാനപ്പെടുത്തിയാണ് സീറ്റ് അലോട്ട്മെന്റ് നടത്തുക. അതിനുശേഷം ക്ലാറ്റ് അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ടാകും. അത് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപയാണ് ഒരു കാൻഡിഡേറ്റ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. പിന്നീടുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞിട്ടാണ് ഫൈനൽ അഡ്മിഷൻ നടക്കുക. ഇനി ക്ലാറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UG കോഴ്സുകൾക്ക് അംഗീകൃത ബോർഡ് അഥവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 12ാം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത എന്തായാലും നേടിയിരിക്കണം. അതിൽ ജനറൽ അഥവാ OBC കാറ്റഗറിക്ക് 45% മാർക്സും SC STക്ക് 40% മാർക്സും വേണം. അവസാന വർഷ +2 വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡ്മിഷന്റെ സമയത്ത് ക്വാളിഫയിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രം മതി. PG പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി LLBയോ തത്തുല്യ പരീക്ഷയോ 55% കുറയാത്ത മാർക്കോടെ പാസ്സായിരിക്കണം. SC ST ആണെങ്കിൽ 50% മാർക്സ് മതി. ഈ എക്സാം ഓഫ്ലൈൻ മോഡായിരിക്കും നടത്തുക. അത് പെൻ ആൻഡ് പേപ്പർ മോഡായിരിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിലും ആയിരിക്കും. ഈ പരീക്ഷ എഴുതുന്നതിന് ഉയർന്ന പ്രായപരിധിക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. ക്ലാറ്റ് എക്സാമിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഇനി അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മുതൽ 120 to 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ടൈം ഡ്യൂറേഷൻ 2 മണിക്കൂർ തന്നെയായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. ടൈം ഡ്യൂറേഷൻ പണ്ടത്തെ പോലെ 2 മണിക്കൂർ തന്നെയായിരിക്കും. ഇതിൽ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതം ലഭിക്കുകയും തെറ്റുത്തരത്തിന് 0.25 മാർക്സ് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. PG കോഴ്സുകൾക്ക് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സിലബസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ UG കോഴ്സിനും PG കോഴ്സിനും സിലബസും പാറ്റേണും എല്ലാം ഡിഫറെൻ്റ് ആണ്. UG കോഴ്സിന്റെ ടോട്ടൽ മാർക്സ് വരുന്നത് 200 ആണ്. മെയിൻലി 5 സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ്, ഇംഗ്ലീഷ്, GK, കറണ്ട് അഫയേഴ്സ്, എലിമെന്ററി മാത്തമാറ്റിക്സ് ഈ സെക്ഷൻസിൽ നിന്നുമായിരിക്കും വരുന്നത്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് GK സെക്ഷനുകളിൽ നിന്നും 50 മാർക്ക് വീതവും ഇംഗ്ലീഷ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് സെക്ഷനിൽ നിന്നും 40 മാർക്ക് വീതവും എലിമെന്ററി മാത്തമാറ്റിക്സിൽ നിന്നും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. എലിമെന്ററി മാത്തമാറ്റിക്സിലുള്ള അറിവാണ് മാത്സ് സെക്ഷനിലൂടെ അസസ് ചെയ്യുന്നത്. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. പ്രായോഗിക ഗണിതമാണ് വരാൻ സാധ്യത കൂടുതൽ. ഫോർ എക്സാമ്പിൾ ടൈം ആൻഡ് വർക്ക്, ദൂരം, വേഗത, ഓൾജിബ്ര, ജിയോമെട്രി ഇവയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മാത്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കുന്നതിനൊപ്പം ഷോർട്ട് കട്ട് ട്രിക്സും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മാത്സ് സെക്ഷനിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് ഓൾജിബ്ര, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ആൻഡ് വെൻ ഡയഗ്രംസ്, ന്യൂമറിക്കൽ എബിലിറ്റി, എനി ടോപ്പിക് കവേർഡ് ഇൻ 10th ക്ലാസ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ കാൻഡിഡേറ്റ്സിന്റെ നിയമാഭിരുചിയും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഇൻക്ലൂഡ്സ് study of law, research aptitude, problem solving ability, questions based on hypothetical situations. Logical reasoning sectionil varunathu logical and analytical reasoning, syllogism, logical sequences, analogies പോലുള്ള ടോപ്പിക്സ് ആണ്. സ്റ്റാറ്റിക് GKയിൽ എത്രമാത്രം ഗ്രാഹ്യമുണ്ടെന്നതാണ് GK സെക്ഷനിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ കറണ്ട് അഫയേഴ്സും ഇതിൽ പ്രതീക്ഷിക്കാം. പത്രവായന ശീലമാക്കിയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ. ദിസ് സെക്ഷൻ മേ കണ്ടെയ്ൻ സ്റ്റാറ്റിക് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് നാഷണൽ, കറണ്ട് അഫയേഴ്സ് ഇന്റർനാഷണൽ എക്സെട്ര. 10th ലെവൽ ഇംഗ്ലീഷ് ആണ് വരുന്നത്.
കോംപ്രിഹെൻഷനിൽ ഒരു പാസേജിന്റെ തീം, അതിലെ വേർഡ്സിന്റെ മീനിങ് ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക. അതേസമയം ഗ്രാമാറ്റിക്കൽ സെക്ഷനിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും സെന്റൻസ് കറക്ഷൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇംഗ്ലീഷ് സെക്ഷനിൽ വരുന്നത് കോംപ്രിഹെൻഷൻ പാസേജസ്, ഗ്രാമർ, വേർഡ് മീനിങ്സ്, ഇൻകറക്റ്റ് കറക്റ്റ് സെന്റൻസസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഇതെല്ലാമാണ്. PG കോഴ്സുകൾക്ക് ജൂറിസ്പ്രുഡൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അതർ ലോ സബ്ജക്റ്റുകളിൽ നിന്നായി 50 മാർക്കിന്റെ വീതം ചോദ്യങ്ങളുണ്ടാകും. ടോട്ടൽ മാർക്സ് വരുന്നത് 150 ആണ്. അതായത് സബ്ജക്ട്സിൽ വരുന്നത് ജൂറിസ്പ്രുഡൻസ് 50 മാർക്സ്, അതർ ലോ സബ്ജക്ട്സ് സച്ച് എസ് കോൺട്രാക്ട് ടോട്ട്സ്, ക്രിമിനൽ ലോ, ഇന്റർനാഷണൽ ലോ, IPR എക്സെട്ര ഫോർ 50 മാർക്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അഗൈൻ ഫോർ 50 മാർക്സ്. സോ ക്ലാറ്റിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു. കൃത്യമായ പഠനം, ചിട്ടയായ പരിശീലനം, പ്രോപ്പറായിട്ടുള്ള ഹാർഡ് വർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി XMTV ഉടനെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.